ഇവിടെ ഈ യജ്ഞശാലയിൽ കൂടിയിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും ഇവൻ്റെ പ്രണാമങ്ങൾ. യജ്ഞങ്ങൾക്ക് സാക്ഷികളാകാൻ പുണ്യാത്മാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. യജ്ഞങ്ങളും യാഗങ്ങളുമൊക്കെ നടക്കുമ്പോൾ അത് എല്ലാവർക്കും കാണുവാനുള്ള മനസ്സുണ്ടാവില്ല. പൂർവജന്മ പുണ്യമാർജിച്ച പുണ്യാത്മാക്കൾക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണത്. നമ്മുടെ തിരക്കേറിയ ജീവിതയാത്രയിൽ തിരക്കിനിടയിൽ തീർന്നു പോകുന്ന മനുഷ്യൻ്റെ ജീവിതം വ്യർത്ഥമായി കളയാതെ സഫലമാക്കുവാനുള്ള രഹസ്യങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർ ഭാഗവത കഥകളിലൂടെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു യാത്രയാണെന്നാണ് അമ്മ പറയാറുള്ളത്, ആചാര്യന്മാർ പറയാറുള്ളത്. സാധാരണ മനുഷ്യൻ്റെ ജീവിതം ലക്ഷ്യമറിയാതെയുള്ള ഒരു യാത്രയാണ്. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജീവിക്കുക, എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കുകയാണ്. എന്തിനാണെന്നറിയില്ല. നമ്മുടെ ഋഷിമാർ ഈ പ്രകൃതിയോട് പല ചോദ്യങ്ങളും ചോദിച്ചു. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ ചോദിക്കുന്നത് പ്രപഞ്ചം എന്താണ്, പ്രകൃതി എന്താണ്, പ്രകാശം എന്താണ്, ശബ്ദം എന്താണ്. പക്ഷേ നമ്മുടെ ഋഷിമാരും ഏകദേശം ചോദിച്ചത് ഇതേപോലെയുള്ള ചോദ്യങ്ങളാണ്, പക്ഷേ വേറൊരു രീതിയിലായിരുന്നു. പ്രപഞ്ചം എന്താണെന്നല്ല ചോദിച്ചത്, പ്രപഞ്ചം എന്തിനാണ്. ജീവിതം എന്താണെന്നല്ല ചോദിച്ചത്, ജീവിതം എന്തിനാണ്. അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു അവർ ഉപദേശങ്ങളായി നമുക്ക് പറഞ്ഞു തന്നത്. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ, അനേകം ക്ഷീരപഥങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ, പ്രകൃതി നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്ര സമൂഹങ്ങളും അതിൻ്റെ സഞ്ചാരപഥം തെറ്റിക്കാതെ ആരുടെയോ ആജ്ഞയ്ക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത ഈശ്വര ശക്തി പ്രവർത്തിക്കുന്നു എന്ന് ബുദ്ധിരാക്ഷസന്മാർക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഒരു നക്ഷത്രത്തിനെ കുറിച്ച് പഠിക്കുവാൻ ടെലിസ്കോപ്പിൽ കൂടി ദൂരദർശിനിയിലൂടെ നോക്കിയ ശാസ്ത്രജ്ഞൻ കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളെ കണ്ട് നിശ്ചലനായി നിന്നു പോകുന്നു. ഒരു നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കാൻ പോലും ഒരു മനുഷ്യായുസ് മതിയാവില്ല എന്നയാൾ അറിയുന്നു. അറിയുന്തോറും അജ്ഞേയത ആഴം കൂടുന്നു. അവസാനം കൂടുതൽ അറിയും തോറും ഒന്നും അറിയില്ല എന്ന ഭാവം വരുന്നു. ഒന്നും അറിയില്ല എന്ന ഭാവത്തിൽ തലകുനിക്കാൻ തയ്യാറാകുമ്പോൾ പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവനും അവൻ്റെ ഉള്ളിൽ തെളിയുന്നു. ഈ അത്ഭുതകരമായ അനുഭവത്തിൽ നിന്നാണ് ഭാഗവതത്തിലെ കഥകളൊക്കെ ആന്തരിക ലോകത്തിൽ കണ്ടറിഞ്ഞ ഋഷി നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ജീവിതയാത്ര എന്തിനാണെന്നറിയില്ലെങ്കിലും നിഷ്കളങ്കതയുണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. ഈശ്വരനെ അറിയുവാൻ അമ്മ പറയാറുള്ളത് ഒരു യോഗ്യതയും ആവശ്യമില്ല. ഇന്നുള്ള പല യോഗ്യതയും അതിന് അയോഗ്യതയായിട്ട് മാറുന്നു. എന്തെങ്കിലും യോഗ്യതയുണ്ട് എന്ന് തോന്നിയാൽ ഒരിക്കലും ഈശ്വരാനുഭവം ഉണ്ടാവില്ല. അപ്പോൾ ഒരു യോഗ്യതയും ഇല്ലാതാകുമ്പോൾ അറിയാൻ കഴിയുന്ന അത്ഭുത പ്രതിഭാസം
എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാതാകുമ്പോൾ മാത്രം അറിയാൻ സാധിക്കുന്ന അത്ഭുത പ്രതിഭാസം, എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്ന പരിശുദ്ധി ലഭിക്കുമ്പോൾ ഈശ്വരനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്ന സത്യം അനുഭവിക്കാൻ സാധിക്കും. അമ്മയെ കാണുന്നതിന് മുമ്പ് ഈശ്വരനുള്ള വിശ്വാസം അല്പം കുറവായിരുന്നു. കുട്ടിക്കാലത്ത് വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ആധുനിക വിദ്യാഭ്യാസം പല ഭാവങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണർത്തി. കാരണം ശാസ്ത്രം കൊണ്ട്, സയൻസ് കൊണ്ട് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം സാധിക്കും എന്ന തോന്നലുണ്ടായി. അല്പജ്ഞാനത്തിൻ്റെ അഹങ്കാരം. അപ്പോൾ ഇത് ഈശ്വര ശക്തിയുടെ അനുഗ്രഹം ആവശ്യമില്ല എന്ന് തോന്നിയ ഒരു കാലഘട്ടം, വിദ്യാഭ്യാസ കാലഘട്ടം. അന്ന് യുക്തിവാദികളായ കൂട്ടുകാരോടൊപ്പം ഈശ്വരൻ ഇല്ല എന്ന് തെളിയിക്കുവാൻ പല സ്ഥലങ്ങളിലും പോയി. ഭൂതപ്രേത പിശാചുക്കൾ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിച്ചു നോക്കി. ശ്മശാനങ്ങളിൽ രാത്രികാലം കഴിച്ചുകൂട്ടി നോക്കി. ഭൂതപ്രേത പിശാചുക്കളെ കുറിച്ച് പഠിക്കുവാൻ കൂടുതൽ ആഗ്രഹമുണ്ടായി. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏകാന്തതയിൽ പോയി ഇരുന്നിട്ടും അവിടെ ഉറങ്ങിയിട്ടും കിട്ടിയ അനുഭവം അത്ഭുതാവഹമായിരുന്നു. ഭൂതങ്ങളും പ്രേതങ്ങളും ഒന്നും മനുഷ്യൻ്റെ അത്രയും അപകടകാരികളല്ല എന്ന് ബോധ്യമായി. ഈശ്വരൻ്റെ കഴിവുകളുണ്ട് എന്ന് പറയുന്ന ആളുകളെ സമീപിച്ചു. പക്ഷേ അവർക്കൊന്നും ഈശ്വരാനുഭവം ഉണ്ടായിരുന്നില്ല. ഏതായാലും ആ അന്വേഷണമാണ് അമ്മയുടെ അടുത്ത് എത്തിച്ചത്. അമ്മയോട് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യവും അതുതന്നെയായിരുന്നു, ഈശ്വരനുണ്ടോ? അമ്മ അപ്പോൾ പറഞ്ഞു, മോനെ, അതൊരു വിഡ്ഢിത്തമായ ചോദ്യമാണല്ലോ, എന്താ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈശ്വരനുണ്ടെങ്കിൽ ഈശ്വരനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അമ്മ ചോദിച്ചു, അതെന്താ? ഈ ലോകത്തിൽ ധാരാളം ആളുകൾ രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കഷ്ടപ്പെടുന്നു. ചിലർ സമ്പൽ സമൃദ്ധിയിൽ സുഖിക്കുന്നു. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയും മറ്റൊരു ജീവിയുടെ ആഹാരമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്ര ക്രൂരമായ ഒരു പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരനുണ്ടെങ്കിൽ ആ ഈശ്വരനെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് മോനെ ഇഷ്ടമായി. കാരണം മോൻ ഈശ്വരനോട് ദേഷ്യം വന്നത് സ്വാർത്ഥത കൊണ്ടല്ലല്ലോ, മറ്റുള്ളവരോടുള്ള കരുണ കൊണ്ടാണ്. മറ്റുള്ളവരോട് കരുണ തോന്നുന്ന ഹൃദയത്തിൽ തന്നെയാണ് ഈശ്വരൻ വസിക്കുന്നത്. ഈശ്വരൻ ശിക്ഷിക്കുന്ന ആളല്ല, ഈശ്വരൻ രക്ഷിക്കുന്ന ആളാണ്. കാരുണ്യമൂർത്തിയായ ഈശ്വരൻ, സ്നേഹസ്വരൂപനായ ഈശ്വരൻ എങ്ങനെ നമ്മളെ ശിക്ഷിക്കാൻ പറ്റും? ശിക്ഷയുടെ രൂപത്തിലെത്തുന്നത് നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും പ്രതികരണമാണ്. പ്രകൃതിക്ക് കാരുണ്യമില്ല, പ്രകൃതിക്ക് നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. കൊച്ചു കുഞ്ഞു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാലും, വലിയ ആൾ ചാടിയാലും, പണ്ഡിതൻ ചാടിയാലും, മന്ത്രി ചാടിയാലും ഫലം ഒന്നു തന്നെ. ആകർഷണ സിദ്ധാന്തത്തിൽ വിശ്വാസമില്ലാത്ത ഒരാൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാലും ഫലം അത് തന്നെ. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും പ്രകൃതി നിയമങ്ങൾ കർശനമായി തുടരും. ഈ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ അറിയില്ലെങ്കിൽ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതിന് ഈശ്വരൻ ഉത്തരവാദിയല്ല. ഈ പ്രകൃതി നിയമങ്ങളെയാണ് നമ്മുടെ ആചാര്യന്മാർ ധർമ്മം എന്ന് പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിനൊരു ഒഴുക്കുണ്ട്. ആ ഒഴുക്കിനൊത്തൊഴുകാൻ അറിയുമെങ്കിൽ ജീവിതം രസകരമാണ്. ഒഴുക്കിനെതിരെ തുഴയാൻ ശ്രമിച്ചാൽ, പ്രകൃതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ കൊടും യാതനകൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതിന് ഈശ്വരൻ ഉത്തരവാദിയല്ല. അമ്മ പറഞ്ഞു, മുകളിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞിട്ട് പൂമഴ പെയ്യുമെന്നൊന്നും ആരും വിചാരിക്കണ്ട. കല്ലുകൾ തന്നെ തിരിച്ചു വരും. ചിലപ്പോൾ തലയിൽ വീഴും, തല മുറിഞ്ഞൊന്ന് വരും. അത് കല്ലിൻ്റെ കുറ്റമല്ല, ഭൂമിയുടെ കുറ്റമല്ല, പ്രകൃതി നിയമമാണ്. ഇതേപോലെ ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. ധർമ്മമനുസരിച്ച് ജീവിക്കുക. ധർമ്മമനുസരിച്ച്
ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, അത് തന്നെയാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. ഭഗവാനും ഭക്തനും ഇടയ്ക്ക് ഭവസാഗരം. വാസ്തവത്തിൽ ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ലത്രേ. പക്ഷേ ഇടയ്ക്ക് ഈ ഭവസാഗരമുണ്ടെന്ന തോന്നലുണ്ടാവുന്നു. അതിനെ നമുക്ക് കടത്തുവാൻ ആള് വേണം, ഭഗവാന്റെ അടുത്ത് എത്തിക്കുവാൻ ആള് വേണം. അതിനാണ് ഭഗവാൻ അവതരിച്ചത്. ഈ സംസാര സാഗരത്തിൻ്റെ അപ്പുറത്ത്, സംസാര സാഗരം എന്ന് പറയുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. കാരണം സാഗരത്തിൻ്റെ രീതി, അപ്രതീക്ഷിതമായ തിരമാലകൾ ഏത് സമയത്തും ഉയരാൻ സാധ്യതയുള്ള ഈ സാഗരം, ആ സാഗരത്തിൽ നീന്തൽ അറിയാതെ എടുത്തു ചാടിയാൽ മരണത്തിലെത്തിക്കും ആ തിരമാലകൾ. അവിടെ നീന്തൽ അഭ്യസിച്ച ആൾ തിരമാലകളുടെ ഇടയിലൂടെ ഊളിയിട്ട് ആസ്വദിക്കും. ഇതേപോലെ ജീവിതമാകുന്ന ഈ ഭവസാഗരത്തിൽ ഏത് സമയത്തും അപ്രതീക്ഷിതമായ ആഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് വേണ്ടത്ര പരിശീലനമില്ലാതെയാണ് ഈ ജീവിതമാകുന്ന സാഗരത്തിലേക്ക് എടുത്തു ചാടുന്നത് എങ്കിൽ കൊടും യാതനകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തന്ന രഹസ്യങ്ങൾ മുഴുവനും ഈ ജീവിതമാകുന്ന യുദ്ധഭൂമിയെ എങ്ങനെ കളിസ്ഥലം പോലെ ആസ്വാദ്യകരമാക്കി മാറ്റും എന്ന രഹസ്യങ്ങളാണ്. ജീവിതത്തിൽ ദുഃഖിക്കാനൊന്നുമില്ല, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, തലകുനിക്കാൻ തയ്യാറാണെങ്കിൽ. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഈശ്വരനാണോ? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനൊരു ഭ്രാന്തിയാണ്, ആരും ജയിലിൽ പിടിച്ചിടുന്നില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. മോൻ അമ്മയെ വിശ്വസിക്കണമെന്നോ മുകളിലുള്ളൊരു ഈശ്വരനെ വിശ്വസിക്കണമെന്നോ പറയുന്നില്ല, നിന്നെ വിശ്വസിച്ചാൽ മതി. വിത്തിൽ പടർന്ന് പന്തലിക്കാനിരിക്കുന്ന മഹാവൃക്ഷം പോലെ ഈശ്വരശക്തി ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നു. അതിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, ഏകാഗ്രമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട്, ധ്യാനം കൊണ്ട് ഉണർത്തിയെടുക്കാൻ സാധിച്ചാൽ മനുഷ്യന് ഈശ്വരൻ്റെ അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കും. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഈശ്വരൻ എന്ന് പറയുന്നത് ഒരവസ്ഥയാണ്. പ്രധാനമന്ത്രി അതല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് വ്യക്തിയല്ല, പദവിയാണ്. ആർക്ക് വേണമെങ്കിലും പ്രധാനമന്ത്രിയാകാം, പക്ഷേ ജനങ്ങളുടെ വോട്ട് വേണം. ഇതേപോലെ ഈശ്വര സാക്ഷാത്കാരം എന്ന പദവിയിലേക്ക് ആർക്ക് വേണമെങ്കിലും ഉയരാൻ സാധിക്കും, പക്ഷേ ഓരോ ചരാചരങ്ങളുടെയും അനുഗ്രഹം വേണം, ഒരു ഉറുമ്പിൻ്റെ പോലും അനുഗ്രഹം വേണം. സകല ചരാചരങ്ങളെയും ആദരിക്കാനുള്ള മനസ്സ് വേണം, എവിടെയും ശിരസ് കുനിക്കാനുള്ള പരിശുദ്ധി വേണം. നമ്മുടെ ഉള്ളിലുള്ള അനന്തമായ ശക്തിയെ ഉണർത്തുവാനുള്ള രഹസ്യങ്ങളാണ് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈശ്വരന് നമ്മുടെ ആരാധനയൊന്നും ആവശ്യമില്ല, ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥനയും ആവശ്യമില്ല. പക്ഷേ ഈശ്വര ആരാധനയിലൂടെ, ഈശ്വര പ്രാർത്ഥനയിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരശക്തിയെ ഉണർത്താൻ സാധിക്കും. ഭാഗവത ഹംസം എന്നറിയപ്പെടുന്ന മള്ളിയൂർ തിരുമേനിയെ വളരെ അടുത്തറിയാമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു കാർ അപകടത്തിൽപ്പെട്ടു. അദ്ദേഹത്തെ ഇത് പത്രത്തിൽ അറിഞ്ഞിട്ട് ഞാൻ മള്ളിയൂർ വീട്ടിൽ പോയി. ഞാൻ ചെന്നപ്പോൾ അവിടെ കുറേ ആളുകൾ കൂടിയിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടു. തിരുമേനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ തിരുമേനി എല്ലാവരോടും പുറത്തിറങ്ങാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, എനിക്ക് അമ്മയോട് ഒരു രഹസ്യം പറയാനുണ്ട്. തിരുമേനിക്ക് അപകടത്തിലൊന്നും പറ്റിയിട്ടില്ല. എല്ലാവരും പുറത്തു കഴിഞ്ഞപ്പോൾ കഥ അടച്ചു. തിരുമേനി എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഞാൻ ചെന്നത് തിരുമേനിക്ക് വല്ല ശാരീരികമായ പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയാൻ വേണ്ടിയാണ്. എന്നോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. കാറ് കുറേ കറങ്ങി, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയണം. ഞാൻ ചോദിച്ചു, എന്താണ്? ഞാൻ വിചാരിച്ചു ആരോഗ്യത്തോടു കൂടി ഭാഗവത
കുറെ നാൾ പറയാനുള്ള അവസരം ഇനിയും വേണമെന്നായിരിക്കും. പക്ഷേ അതല്ല പറഞ്ഞത്. അമ്മയോടൊന്ന് പറയണം, എനിക്ക് ഭക്തിയില്ല, കുറച്ച് ഭക്തി തരണം. അത് പണ്ട് ഓട്ടൂർ ഉണ്ണുമ്പരിപ്പാടിൻ്റെ ഒരു കവിതയിൽ അദ്ദേഹം എഴുതിയിരുന്നു. മുക്തിക്ക് വേണ്ടി കൊതിക്കും ഭക്തന്മാരെപ്പോഴും, ഭക്തിക്ക് വേണ്ടി കൊതിക്കും മുക്തന്മാർ പലപ്പോഴും. അപ്പോൾ ഭക്തിയുടെ പ്രാധാന്യം അതാണ്. മുക്തന്മാർ പോലും ഭക്തിരസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. ദേവന്മാർ പോലും ഭൂമിയിൽ വന്ന് ഈ ഭക്തി സുധ നുകരാൻ കാത്തിരിക്കുന്നു. മനുഷ്യ ശരീരം അത്ര നിസ്സാരമാണെന്ന് വിചാരിക്കരുത്. ദേവന്മാർ പോലും മനുഷ്യ ശരീരം കിട്ടാൻ മോഹിക്കുന്നു. കാരണം ഇവിടെ മാത്രമേ പുണ്യം ആർജിക്കാൻ സാധിക്കുകയുള്ളൂ. ഭൂലോകത്തിൽ മാത്രമേ പുണ്യം ആർജിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വർഗലോകങ്ങളിൽ പുണ്യം ക്ഷയിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഉള്ള പുണ്യം തീർന്നു പോകും. ഭൂലോകത്തിൽ മാത്രമാണ് പുണ്യം ആർജിക്കാൻ സാധിക്കുക. സ്വർഗലോകങ്ങളിൽ ക്രമമുക്തിയേ ഉള്ളൂ. വളരെ സാവധാനം. പോലീസുകാരൻ DGP ആകുന്ന പോലുള്ള സമയമെടുക്കും. ഇവിടെ ഡയറക്റ്റ് പ്രമോഷൻ കിട്ടും. അതുകൊണ്ട് ഇവിടെ മനുഷ്യ ശരീരം കിട്ടുക എന്ന് പറഞ്ഞ എളുപ്പമല്ല. 84 ലക്ഷം ശരീരങ്ങൾ, അതിലെ ഏറ്റവും ഉയർന്ന ശരീരമാണ് മനുഷ്യ ശരീരം. 84 ലക്ഷം ക്ലാസ്സുകൾ നമ്മൾ പാസ്സായിരിക്കുന്നു. ഒരു പ്രമോഷനും കൂടി കിട്ടിയാൽ ഈശ്വരനായി. അപ്പോൾ ഈശ്വരന്റെ അവസ്ഥയിലേക്ക് ഉയരുവാൻ ഏറ്റവും എളുപ്പം ഈ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് അമ്മ പറയുന്നത്, ആദ്യം നിങ്ങളെ വിശ്വസിക്കൂ. സങ്കല്പിക്കാൻ സാധിക്കാത്ത അത്ര ശക്തി നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ ഉണർത്താൻ അറിയണം. നമ്മുടെ ഭാവന മാത്രം മതിയാകും. ഭാവന കൊണ്ട് ഈ ചൈതന്യ സമുദ്രം പ്രവർത്തിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഊർജ പ്രവാഹം കൊണ്ടുണ്ടായതാണെന്ന്. നമ്മുടെ ഋഷിമാരും അത് തന്നെയാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് നടരാജ നൃത്തം കൊണ്ടുണ്ടായതാണ്. അവർ കവികളായിരുന്നു. അവർ ഊർജ പ്രവാഹമെന്ന് പറഞ്ഞില്ല, നടരാജന്റെ നൃത്തം. ഇവിടെ എല്ലായിടത്തും ഈശ്വരന്റെ നൃത്തം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പരമാണുവിൽ പോലും ആ സ്പന്ദനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സ്പന്ദനം നമ്മുടെ ഉള്ളിലുമുണ്ട്. അതിനെ ഉണർത്തുവാൻ നമുക്ക് ഈ ഭാഗവതത്തിലെ ശ്രവണം കൊണ്ട് തന്നെ സാധിക്കും. വേണ്ട പോലെ ശ്രമിച്ചാൽ. തുടക്കം തന്നെ മരണത്തെക്കുറിച്ചാണ്. നമുക്കൊട്ടുമില്ലാത്ത വിഷയമാണ്, സബ്ജക്റ്റാണ് മരണം. മരണമെന്ന മഹാസത്യം അത് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പരീക്ഷത്തിന്റെ കഥയിലൂടെ. മരണത്തെ മറികടക്കുവാനുള്ള മാർഗമുണ്ടോ എന്ന് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്നു. പണ്ട് സിദ്ധാർത്ഥ രാജകുമാരൻ ഇത് ചോദിച്ചു. ജനിച്ചപ്പോൾ ഈ കുട്ടി സന്യാസിയാകും എന്ന് പറഞ്ഞത് കേട്ട് രാജാവ് പണ്ഡിതന്മാരോട് ചോദിച്ചു, സന്യാസിയാകാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? രാജ്യം ഭരിക്കാൻ ഇവനെ വേണം എനിക്ക്. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു, പ്രയാസമാണ്. ഒരു കാര്യം ചെയ്യാം, ഈ കുട്ടി ലോകത്തിലെ ദുഃഖങ്ങളൊന്നും അറിയാതെ വളരണം. ഇവനെ പുറം ലോകം കാണിക്കരുത്. അങ്ങനെ രാജാവ് സിദ്ധാർത്ഥ രാജകുമാരനെ ഭൗതിക ലോകത്തിൽ കിട്ടാവുന്ന സകല സുഖങ്ങളും നൽകി പുറം ലോകം കാണിക്കാതെ വളർത്തി. ഒരു ദിവസം അച്ഛൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ തേരാളിയുമായിട്ട് പുറം ലോകത്തേക്ക് ഇറങ്ങി. അന്ന് ബൈക്ക് കിട്ടാത്തതുകൊണ്ടാവാം ഒറ്റയ്ക്ക് പോകാൻ പറ്റിയില്ല. തേരാളിയെയും കൂട്ടി തെരുവീഥിയിലൂടെ ഒന്ന് യാത്ര ചെയ്തു. അപ്പോൾ കണ്ട കാഴ്ചകൾ, അതായത് അത് കണ്ട കാഴ്ച, വിചിത്ര രൂപമുള്ള ഒരാൾ നടന്നു വരുന്നു. അപ്പോൾ തേരാളിയോട് ചോദിച്ചു, ആ വിചിത്ര ജീവി എന്താണ്? അപ്പോൾ തേരാളി പറഞ്ഞു, അത് മനുഷ്യൻ തന്നെയാണ്, വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യൻ. വാർദ്ധക്യമോ? കാരണം പൂന്തോട്ടത്തിലെ ഉണങ്ങിയ ഇലകൾ പോലും കുമാരൻ കാണാൻ ഇടവരരുത് എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് പൊഴിയുന്ന ഇല പോലും കാണാതെ വളർന്ന രാജകുമാരന്
വാർദ്ധക്യം ബാധിച്ച ഒരാളെ ആദ്യമായിട്ട് കാണുകയായിരുന്നു. തെരാളി പറഞ്ഞു, എല്ലാവരും ഒരു ദിവസം ഇതേപോലെയാകും. നിന്റെ മനോഹരമായ ശരീരവും ഒരു കാലത്ത് ശുഷ്കിച്ച് ഈ അസ്ഥിപഞ്ജരം പോലെ ആയിത്തീരും. വീണ്ടും രഥം മുന്നോട്ട് നീങ്ങി. കുറെ ആളുകൾ വഴിയോരത്തിലിരുന്ന് കരയുന്നു. കുമാരൻ ചോദിച്ചു, എന്തിനാണ് ഇവർ കരയുന്നത്? അപ്പോൾ തേരാളി പറഞ്ഞു, അവർ വേദന കൊണ്ട് കരയുകയാണ്. എന്തിൻ്റെ വേദന? രോഗങ്ങളുടെ വേദന. രോഗമോ? അതെന്താണ്? അപ്പോഴും തേരാളി പറഞ്ഞു, നമ്മുടെ ഈ ശരീരത്തെ എപ്പോഴെങ്കിലും രോഗങ്ങൾ ഗ്രസിക്കുന്ന അവസരം വരും. മോനും കുഞ്ഞും എന്നെങ്കിലും രോഗത്തിൻ്റെ വേദന അറിയും, വ്യാധികളുടെ വേദന അറിയും. വീണ്ടും രഥം മുന്നോട്ട് പോയി. അപ്പോൾ ഒരു ശവമഞ്ചം ചുമന്ന് കുറെ ആളുകൾ വരുന്നത് കണ്ടു. അതെന്താണ്? അത് ശവമഞ്ചം. ശവമഞ്ചം എന്താണ്? അതിലൊരു ശവശരീരമുണ്ട്. എല്ലാവരും ഒരു കാലത്ത് മരിക്കും. കുഞ്ഞിൻ്റെ ശരീരവും ഇതുപോലെ ഒരു കാലത്ത് വലിയ ഘോഷയാത്രയായി ആളുകൾ കൊണ്ടുപോകും. ബുദ്ധൻ പറഞ്ഞു, സിദ്ധാർത്ഥ രാജകുമാരൻ പറഞ്ഞു, മതി, മടങ്ങിപ്പോകാം. മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ, ജീവിത ദുഃഖങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ സിദ്ധാർത്ഥ രാജകുമാരന് നിരാശ വന്നില്ല. പണ്ട് ഐസക് ന്യൂട്ടൻ ആപ്പിൾ മരത്തിൽ നിന്ന് ഒരാപ്പിൾ താഴേക്ക് വീണത് കണ്ടപ്പോൾ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയല്ല ചിന്തിച്ചത്. സാധാരണ മനുഷ്യൻ കണ്ടാൽ എങ്ങനെ ചിന്തിക്കും? ഒരാപ്പിൾ കൂടെ വീഴാൻ നന്നായിരുന്നു. പക്ഷേ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് ഈ ആപ്പിൾ മുകളിലേക്ക് പോകുന്നില്ല, താഴേക്ക് വരുന്നു? ആകർഷണ സിദ്ധാന്തത്തിൻ്റെ അത്ഭുത ലോകത്തിലേക്ക് കൊണ്ടുപോകുവാൻ ആ കാഴ്ച സഹായിച്ചു. ഇതേപോലെ ജീവിത ദുഃഖങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ സിദ്ധാർത്ഥ രാജകുമാരന് നിരാശ വന്നില്ല, ആവേശമുണർന്നു. പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഈ ജീവിത ദുഃഖങ്ങളുടെ പിടിയിൽ പെടാൻ പോകുന്നില്ല, മരണത്തിൻ്റെ പിടിയിൽ പെടാൻ പോകുന്നില്ല. മരണത്തെ മറികടക്കുവാനുള്ള മാർഗങ്ങൾ ഞാൻ കണ്ടെത്തും. പ്രപഞ്ചത്തെ, ലോകരെ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് മറികടത്തുവാനുള്ള രഹസ്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കും. ജനലക്ഷങ്ങളെ ഞാൻ ഈ ദുഃഖക്കയത്തിൽ നിന്നും രക്ഷിക്കും എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തു. കൊട്ടാരം വിട്ട് കൊടുങ്കാട്ടിൽ വന്ന് കൊടും തപസ് ചെയ്ത് തൻ്റെ ഉള്ളിലുള്ള അനന്തമായ ശക്തിയെ ഉണർത്തി പരമമായ ബോധതലത്തിലേക്ക് ഉണർന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഈ ലോകത്തിൽ ദുഃഖങ്ങളില്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നാം കാണുന്നത് പോലെയല്ല ഉയരങ്ങളിൽ എത്തുമ്പോൾ കാണുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ സൂര്യോദയമുണ്ട്, സൂര്യാസ്തമനമുണ്ട്. പക്ഷേ ഒരു ശൂന്യാകാശ സഞ്ചാരി പറയും, സൂര്യോദയവുമില്ല, സൂര്യാസ്തമനവുമില്ല, തോന്നൽ മാത്രമാണ്. ഇതേപോലെ നമുക്ക് ജനനമുണ്ട്, മരണമുണ്ട്, സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്. ഇവിടെ നമുക്ക് ഈ ദ്വൈതഭാവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ബോധതലത്തിൻ്റെ പരമമായ അവസ്ഥയിലെത്തുന്ന ജ്ഞാനികൾക്ക്, മഹാത്മാക്കൾക്ക് ഇത് ലീല മാത്രം. ഇതെല്ലാം ഒരു രസമാണ്. ആ അവസ്ഥയിലേക്ക് നമ്മളെ ഉയർത്തുവാൻ ഭാഗവത കഥ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ലെന്ന് ഭഗവാൻ ആവർത്തിച്ചു പറയുന്നു. ഈ ജീവിതമാകുന്ന യുദ്ധഭൂമി കണ്ട് തളരേണ്ടതില്ല. ധൈര്യത്തോടെ നേരിടാൻ തയ്യാറാണെങ്കിൽ ഈശ്വരശക്തി നമ്മിൽ വന്ന് നിറയും. അതുകൊണ്ട് ഭഗവാന് വഴങ്ങിക്കൊടുക്കുക. സമർപ്പണ ഭാവത്തോടെ നമുക്ക് ജീവിതമാകുന്ന ഈ യാത്ര തുടരാം. സഹായിക്കാൻ ഈശ്വരൻ കൂടെയുണ്ട് എന്ന് സങ്കല്പിക്കുന്നവർക്ക് കൂടെ ഉണ്ടാവും. നമ്മുടെ സങ്കല്പം അനുസരിച്ചാണ് ഈശ്വരൻ പ്രവർത്തിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ദിവ്യശക്തിയെ ഉണർത്തുവാൻ ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിന് ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ സന്ധ്യാസമയത്ത്, ഈ സങ്കീർത്തന സന്ധ്യ നമ്മുടെ ഉള്ളിലുള്ള ദിവ്യ ചൈതന്യത്തെ ഉണർത്തുവാനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആവശ്യം. ഈ ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ ഈ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ
ഒരു ലീല പോലെ ആസ്വാദ്യകരമാക്കിയ അത്ഭുത ബാലൻ, ഗോകുലത്തിലെ ഉണ്ണിക്കണ്ണൻ. എപ്പോഴും കണ്ണീരൊഴുക്കേണ്ട ഒരു ജീവിതത്തെ എങ്ങനെ നിറഞ്ഞ പുഞ്ചിരിയാക്കി മാറ്റാൻ സാധിക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുവാൻ, ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്ന കാലഘട്ടങ്ങൾ, അതൊക്കെ ഭഗവാന്റെ ലീലാ നാടകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിറന്നത് കാരാഗ്രഹത്തിൽ, പിറന്ന ഉടൻ അമ്മയെ പിരിയേണ്ടി വരിക ഒരു കുഞ്ഞിന് വരാവുന്ന ഏറ്റവും വലിയ ദുർവിധി. കാരാഗ്രഹത്തിൽ പിറന്നപ്പോഴും ചിരിച്ചു, അമ്മയെ പിരിയേണ്ടി വന്നപ്പോഴും പുഞ്ചിരിച്ചു. മരണം പിന്തുടരുന്നു എന്നറിഞ്ഞുകൊണ്ട് കഴിച്ചുകൂട്ടിയ ബാല്യകാലത്തും എല്ലാം ചിരിച്ചാസ്വദിച്ചു. അപവാദങ്ങൾ ഏൽക്കേണ്ടി വന്ന കൗമാരകാലത്തും ചിരിച്ചു. കള്ളൻ എന്ന ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നപ്പോഴും ചിരിച്ചു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിരായുധനായി നിൽക്കേണ്ടി വന്നപ്പോഴും ഭഗവാന് ചിരിക്കാൻ സാധിച്ചു. തൻ്റെ നേരെ ശാപവർഷങ്ങൾ അയച്ച ഗാന്ധാരിയെ പുഞ്ചിരിച്ചുകൊണ്ട് അഭിനന്ദിച്ചു. തൻ്റെ നേരെ ക്രൂരം പയച്ച കാട്ടാളനെ പുഞ്ചിരിയോടെ അനുഗ്രഹിച്ചു. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എങ്ങനെ ജീവിതം ഒരു ദിവ്യാനുഭൂതിയാക്കി മാറ്റാമെന്ന് ഭഗവാൻ തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ഭഗവാനെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളെ മുഴുവനും അനുകൂലമാക്കി മാറ്റാൻ പഠിക്കാം. ഭഗവത്ഗീത ആരംഭിക്കുന്നത് തന്നെ അർജുന വിഷാദയോഗം. ഈ ലോകത്തിൽ കൂടുതലും വിഷാദമാണ്, ദുഃഖങ്ങളാണ്. ദുഃഖങ്ങളെ എങ്ങനെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കും? വിഷാദത്തെ എങ്ങനെ യോഗമാക്കി മാറ്റാൻ സാധിക്കും? ജീവിതത്തിലെ ഒരനുഭവങ്ങൾക്കും നമ്മെ ദുഃഖിപ്പിക്കാനുള്ള ശക്തിയില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ ഭഗവാൻ ഭഗവത്ഗീത എന്ന അമൂല്യമായ അറിവ് നമുക്ക് പകർന്നു തന്നു. ആ ഭഗവാനെ നമുക്ക് സ്മരിക്കാം, ധ്യാനിക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം മഹത്തായ ഈശ്വര തത്വങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന വിധത്തിലായിരുന്നു. കൊടും തപസ്സുകൊണ്ടും പാണ്ഡിത്യം കൊണ്ടും കിട്ടുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ ഗോപികൾക്ക് ഈശ്വരാനുഭവം ലഭ്യമായി. അവർ സാധനകൾ ചെയ്തിട്ടില്ല, കുടുംബിനികളായിരുന്നു, ബിസിനസ്സുകാരായിരുന്നു. അവർ ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ, നിരന്തര സ്മരണ. ഭഗവാനെ ഓർത്തുകൊണ്ട് എല്ലാം ചെയ്തു. പരാതി പറഞ്ഞുകൊണ്ടാണ് ആദ്യം അവർ യശോദാ മാതാവിൻ്റെ അടുത്തെത്തിയത്. കള്ളനെ കൊണ്ട് പൊറുതിമുട്ടി. വെണ്ണ മോഷ്ടിക്കുന്ന കള്ളൻ, ആ കള്ളനെക്കുറിച്ച് പരാതി പറഞ്ഞു. കള്ളനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു. എപ്പോഴാണ് കള്ളൻ വീട്ടിൽ വന്ന് കയറുക എന്ന് ചിന്തിച്ചു. കള്ളനുമായി പ്രണയത്തിലായി. കണ്ണെന്താ മോഷ്ടിക്കാൻ വരാത്തത് എന്ന് ഓർത്ത് വിഷമത്തിലായി. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് കള്ളനെ ധ്യാനിച്ച് അവർ കണ്ണനായി തീർന്നു. കണ്ണന്റെ പദവിയിലേക്ക് ഉയരുവാനുള്ള പരിശുദ്ധി ആർജിച്ചു. ഭഗവാൻ മോഷ്ടിച്ചത് വെണ്ണയല്ലായിരുന്നു, ഗോപികമാരുടെ ഹൃദയമായിരുന്നു. ഈശ്വരനെ ഓർക്കുവാൻ തടസ്സമായതൊക്കെ ഈശ്വരൻ മോഷ്ടിച്ചെന്ന് വരും. ഈശ്വരനെ ഓർക്കുന്നതിന് പണം തടസ്സമായാൽ അതും മോഷ്ടിക്കും, പദവികൾ തടസ്സമായാൽ അതും മോഷ്ടിക്കും,
എല്ലാ സൗഭാഗ്യങ്ങളുടെയും നടുവിലിരുന്ന് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുന്നവർക്ക് ഒരു വിധത്തിലുള്ള പരീക്ഷണങ്ങളും ഉണ്ടാവില്ല, ദുഃഖങ്ങളും ഉണ്ടാവില്ല. ഭഗവാൻ അത് ഭഗവത്ഗീതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അനന്യ ചിന്തയം തോമാം ഹേ ജനാ ഉപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എല്ലാവരുടെയും കാര്യം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. നിരന്തരം എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, അന്യചിന്ത കൂടാതെ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ നേരിട്ട് ചെയ്തു കൊടുക്കും. നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ഈശ്വരസ്മരണയും സകലതും മറന്നു പോയാലും എല്ലാം ഭഗവാൻ ചെയ്തു കൊള്ളും. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ പാർട്ട് ടൈം ബിസിനസ് ഇല്ല. നിരന്തരം ഈശ്വരസ്മരണയുണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ടി വരില്ല. ആധ്യാത്മികതയും ഭൗതികതയും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്നാണ് അമ്മ പറയാറുള്ളത്. സ്നേഹം കൊണ്ട് ചെയ്തു പോകുന്നതൊക്കെ ആധ്യാത്മികത, സ്വാർത്ഥത കൊണ്ട് ചെയ്തു പോകുന്നതൊക്കെ ഭൗതികത. ഈ ലോകത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, ജീവിക്കുമ്പോൾ, വീട്ടിലിരുന്നാലും ഓഫീസിലിരുന്നാലും ക്ഷേത്രത്തിലിരുന്നാലും നമ്മുടെ കർമ്മങ്ങൾ സ്നേഹത്തിൽ നിന്നാണ് ഉണ്ടാവുന്നതെങ്കിൽ അതിന് ഭംഗിയുണ്ടാവും, പൂർണ്ണതയുണ്ടാവും, അത് ഈശ്വരാരാധനയാകും. നമ്മുടെ കർമ്മങ്ങൾ സ്വാർത്ഥത നിറഞ്ഞതാണെങ്കിൽ അഭംഗിയായിരിക്കും, ഭൗതികമായിരിക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിത്രശലഭത്തെ പോലെ ജീവിക്കുക എന്ന് അമ്മ പറയാറുണ്ട്. ചിത്രശലഭം ഒരു പൂവിൽ വന്നിരുന്ന് തേൻ നുകരുന്നു. ഒരു പൂവിലെ തേൻ മുഴുവനും ഊറ്റി കുടിക്കാറില്ല, അടുത്ത പുഷ്പത്തിലേക്ക് പോകുന്നു. പൂവിൻ്റെ ദളങ്ങളെ വേദനിപ്പിക്കാതെ അതിന് ദളങ്ങൾക്ക് മനോഹാരിത കൂട്ടിക്കൊടുക്കുന്നു. ഒരു പുഷ്പത്തിൽ ഒരു ചിത്രശലഭം ഇരിക്കുന്ന കണ്ടാൽ ഒരു ഫോട്ടോഗ്രാഫർക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും. കാരണം അത് പുഷ്പത്തിൻ്റെ മനോഹാരിത കൂട്ടുന്നു. ഇതേപോലെ നമ്മുടെ സാന്നിധ്യം കൊണ്ട് ഈ ജീവിതത്തിന്, ഈ ലോകത്തിന് ഭംഗിയുണ്ടാവണം, സൗന്ദര്യമുണ്ടാവണം. അത് പരിശുദ്ധി കൊണ്ടാണ് നേടുന്നത്. വന്യമൃഗത്തിൻ്റെ കുട്ടിയായാലും ലാളിക്കാൻ തോന്നും, കാരണം നിഷ്കളങ്കത. ഈ നിഷ്കളങ്കതയാണ് ഈശ്വരനെ അറിയാനുള്ള യോഗ്യത. ഈ നിഷ്കളങ്കതയാണ് ആധുനിക ലോകത്തിന് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. ഈ നിഷ്കളങ്കത ഉണർത്തുവാനാണ് നമ്മൾ ഭഗവാന്റെ ലീലകൾ സ്മരിക്കുന്നത്. ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് നാം പറയാറുണ്ട്. അമ്മ പറയുന്നത് ഈശ്വരൻ ഈ പ്രപഞ്ചമായി തീർന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. സൃഷ്ടാവ് സൃഷ്ടിയിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ചിത്രകാരൻ ചിത്രത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെ ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ ദിവ്യമാണ്, ഈശ്വരൻ്റെ അനന്തമായ ഭാവങ്ങളാണ്. ഒരു ദീപത്തിൽ നിന്നും മറ്റനേകായിരം ദീപങ്ങൾ കൊളുത്തിയാലും ആദ്യത്തെ ദീപത്തിൽ അല്പം പോലും കുറവുകൾ ഉണ്ടാവുന്നില്ല. മറ്റനേകായിരം ദീപങ്ങളും ആദ്യത്തെ ദീപത്തെ പോലെ തന്നെ പൂർണ്ണമായി ശോഭിക്കുന്നു. ഇതുപോലെ ഈശ്വരനിൽ നിന്ന് ഉത്ഭവിച്ച ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഈശ്വരൻ പൂർണ്ണസ്വരൂപനായി കുടികൊള്ളുന്നു. ഒരിടത്തും കുറവുകളില്ല, എവിടെയും പരിപൂർണത മാത്രം. ഇവിടെയും ഈശ്വരൻ്റെ പരിപൂർണത ദർശിക്കുവാൻ, ഈശ്വരൻ്റെ സൗന്ദര്യം ദർശിക്കുവാൻ എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജയാക്കി മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.